നമസ്കാരം. പെങ്കോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോഴും കണക്കനുസരിച്ച് കേരളത്തിൽ പുരുഷ വോട്ടർമാരെക്കാൾ എണ്ണം കൂടുതൽ സ്ത്രീ വോട്ടർമാരുടേത് തന്നെയാണ്. വിശ്വാസ വിഷയമടക്കമുള്ള കാര്യങ്ങളിൽ വൈകാരികമായ പ്രചാരണം നടക്കുന്നതിനാൽ ഇത്തവണ സ്ത്രീ വോട്ട് പെൺവോട്ടുകൾ നിർണായകവുമാണ്. പേരിന് മാത്രം സ്ത്രീ സ്ഥാനാർത്ഥികളെ നിർത്തിയ രാഷ്ട്രീയ മുന്നണികളുള്ള ഈ നാട്ടിൽ സ്ത്രീ സുരക്ഷ എന്നുള്ള പ്രധാന കാര്യത്തിന് എത്ര പ്രാധാന്യമായിരിക്കും സ്ത്രീകൾ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ നൽകുക? ആ ചോദ്യമാണ് ഇത്തവണ പെൺവോട്ട് ചോദിക്കുന്നത്. പക്ഷേ മറ്റ് ഭാഗങ്ങളിലേതുപോലെയല്ല, ഇത്തവണ തർക്കങ്ങളോ വിതർക്കങ്ങളോ ഇല്ല. കാരണം ഈ വിഷയം തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന 4 സാമൂഹ്യ പ്രവർത്തകകളാണ് ഇന്ന് അതിഥികളായിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ അഭിപ്രായം തേടുക മാത്രമാണ് ഈ അരമണിക്കൂറിൽ പെൺവോട്ട്. ആദ്യം അതിഥി പാനലിലേക്ക് വരാം. പരിചയപ്പെടുത്തുന്നു സാമൂഹ്യ പ്രവർത്തകരായ ശ്രീമതി കെ അജിത, ശ്രീമതി വി പി സുഹ്റ, ശ്രീമതി വിജി, ശ്രീമതി എം ജെ മല്ലിക. ശ്രീമതി കെ അജിത, സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്കായിട്ട് വാരിക്കോരി എല്ലാ ബഡ്ജറ്റിലുമുണ്ട്. അതിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റാണെന്ന് നോക്കണ്ട, സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് ആണെങ്കിലും നോക്കണ്ട. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും മാറിയിട്ടുണ്ട് എന്ന് പറയുന്നതിനൊപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയാൻ പോകുന്നത് ആവശ്യത്തിനെല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. നമുക്ക് തുടക്കം തൊട്ട് എടുക്കണ്ട. എങ്കിലും ഈ നിമിഷത്തിൽ എന്താണ് പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് അഭിപ്രായം? ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്ത്രീ സുരക്ഷയ്ക്ക് തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിട്ടുള്ള ചില സംഭവങ്ങളുടെയൊക്കെ ദൃക്സാക്ഷികളാണ് നമ്മളിപ്പം, അനുഭവസ്ഥരാണ്. കേരളം പ്രത്യേകിച്ച് ഭരണഘടനയെ വെല്ലുവിളിക്കുക, ജനാധിപത്യത്തെ വെല്ലുവിളിക്കുക, മതനിരപേക്ഷതയെ വെല്ലുവിളിക്കുക, ഇതാണ് ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സവർണ സ്വേച്ഛാധിപത്യം, ഹിന്ദുത്വ സ്വേച്ഛാധിപത്യം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഗൂഢാലോചനയും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നാൽ ഇന്ത്യക്ക് അത് വേണമോ, അതോ ഇന്ത്യക്ക് മതനിരപേക്ഷതയും ജനാധിപത്യവും ആണോ വേണ്ടത് എന്നുള്ളത് ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ പാർലമെന്റിലുള്ള പ്രധാന ചോദ്യം, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുള്ള പ്രധാന ചോദ്യം അതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എം ജെ മല്ലിക, സ്ത്രീ സ്ഥാനാർത്ഥികൾ എത്രത്തോളം ഉണ്ട് എന്നൊരു ചോദ്യം ഉണ്ട്. അത് ഈ എല്ലാ പാർട്ടികളും പറയുന്ന സ്ത്രീ സുരക്ഷാ വാഗ്ദാനങ്ങളെ അപഹസിക്കുന്നില്ലേ ഈ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ചോദ്യമുണ്ട്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ, സ്ത്രീ വോട്ട് പെൺവോട്ട് എന്നൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിഥി പാനലും അല്ലെങ്കിൽ ഓഡിയൻസും മുഴുവൻ സ്ത്രീകൾ മാത്രമായി ഒരുപക്ഷെ കുറച്ചു കാലം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊക്കെ വലിയ കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? ആ ഒരു എല്ലാവരും മാറി, സ്ത്രീകളും മാറി, പഴയ പോലെ അല്ല, നിങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വന്നിരുന്ന ആവശ്യങ്ങളെല്ലാം പരിഗണിക്കപ്പെട്ടതുകൊണ്ട് എല്ലാം സമാധാനമായി, അങ്ങനെ കരുതാറൊക്കെ ആയോ? ഒരിക്കലും എല്ലാം സമാധാനമായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇപ്പം ഇവിടെ തന്നെ എത്ര സ്ത്രീകളെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ഗ്രൗണ്ട് മുഴുവൻ തപ്പിയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളാണെന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്ന നമ്മൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്ര സ്ത്രീകൾ എത്ര പുരുഷന്മാരുണ്ട്. ഇതൊരു മാറ്റം വരാതെ സ്ത്രീ സ്ഥാനാർത്ഥികളെ ഞാൻ പറഞ്ഞു വെച്ചാൽ 2 പേരെ നിർത്തിയിട്ടുള്ളൂ എന്ന് പറയുമ്പം ഈ 2 പേരും സ്ത്രീപക്ഷ ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പോലും വളരെ പ്രസക്തമാണ്. കാരണം രമ്യ ഹരിദാസ് എഴുതിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് അത് എന്ത് ചെയ്യുന്നു, ഞാൻ മാളികപ്പുറത്ത് അമ്മയാകാൻ 20 കൊല്ലത്തേക്ക് കാത്തിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുന്ന ചിലപ്പോൾ നിലപാടുകൾ വെച്ചുകൊണ്ടാണ്, സ്ത്രീയാണോ പുരുഷനാണോ നിലപാടെടുക്കുന്നത് നോക്കിയിട്ടല്ല, അവരെടുക്കുന്ന നിലപാടുകളും ആശയപരമായിട്ടാണ് കാര്യങ്ങളെ കാണേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമതി വി പി സുഹ്റ, ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഭക്ഷണം, മതം എല്ലാം അതൊരു വശത്ത്, അതൊരു ജെൻഡർ മാത്രമായിട്ടുള്ളതല്ല. ശ്രീമതി എം ജെ മല്ലികയും ശ്രീമതി കെ അജിതയും പറഞ്ഞതുപോലെ അത് ഒരു ജെൻഡറിനെ മാത്രം നിർത്തുന്ന കാര്യമല്ല, എല്ലാ മനുഷ്യനും ബാധകമാക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാലത്ത് ഒരു ജെൻഡർ മാത്രം ഇരയാക്കപ്പെട്ടിരുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ വിഷയങ്ങൾ സംസാരിക്കേണ്ടതിൽ നിന്ന് മാറി നമുക്ക് ഇത്രയും വിഷയങ്ങളാണ് സംസാരിക്കേണ്ടതെങ്കിൽ പൊതുവെ സ്ത്രീ സുരക്ഷ മെച്ചപ്പെട്ടു എന്ന് തന്നെയല്ലേ വിലയിരുത്തേണ്ടത്? ഇപ്പോഴും എല്ലാ മാറി മാറി വരുന്ന ഗവൺമെന്റുകളൊക്കെ തന്നെ മാറി മാറി ഭരിച്ചിട്ടും ഇവിടെ സ്ത്രീ പീഡനം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം നമ്മൾ കണക്കുകൾ പറയുന്നത് കേട്ടാൽ ഞെട്ടിപ്പോകുന്ന കണക്കുകളാണ് പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ ശക്തമായി നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു കാര്യം അത് ഈ ഭരണാധികാരികൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 50%
50% സ്ത്രീ വോട്ടർമാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ 50% വരുന്ന വോട്ടർമാരുടെ 33% പോലും സ്ത്രീകൾ മുമ്പിൽ വരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. മല്ലിക പറഞ്ഞതിനോടുള്ള വിയോജിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, അധികാര കേന്ദ്രങ്ങളിൽ സ്ത്രീകൾ വരുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും, അതുപോലെ തന്നെ അതിനെതിരെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പം ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയണമെങ്കിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം നേരത്തെ നമ്മളൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പോഴിവിടെ എത്ര പേര് വന്നു എന്ന് പറയുന്നതിനപ്പുറം ഇനി എത്ര പേര് വരാനുണ്ട്, എത്ര പേരെ വരുത്തണം എന്ന് ആലോചിക്കണമെങ്കിൽ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ഭരണം, അധികാരങ്ങൾ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീമതി വിജയ്, അഭിപ്രായത്തിനുള്ള സ്വാതന്ത്ര്യം, വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, അതെല്ലാം സ്ത്രീകൾക്കും വേണം. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പെൺ വോട്ടർ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ഒരു വോട്ടറാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു രാഷ്ട്രം മാറാൻ തയ്യാറെടുക്കുന്ന, അല്ലെങ്കിൽ മാറണോ വേണ്ടയോ എന്ന് ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ, പക്ഷേ അതോടൊപ്പം തന്നെ അതിലും അടിസ്ഥാനപരമായ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം അല്ലാതെ നടക്കുന്നുണ്ട്. തൊഴിൽശാലകളിൽ സ്ത്രീകൾക്ക് ഇരിക്കാൻ വേണ്ടി ഇവരെ സമരം നടത്തേണ്ടതായി വന്ന നാടാണ്. നമ്മൾ ഒരുപാട് മാറിയോ? ഇപ്പോൾ നമ്മൾ സ്ത്രീകൾ എന്ന രീതിയിൽ കുടുംബത്തിലായാലും പൊതുയിടത്തിലായാലും തൊഴിലിടത്തിലായാലും എത്ര നമ്മൾ മനുഷ്യരായിട്ട് പോലും പരിഗണനയില്ല സ്ത്രീകൾ എന്ന നിലയിൽ. എന്നിട്ടാണോ പാർട്ടിക്കകത്ത് പ്രാധാന്യം വരാൻ പോണേ? അതിനെക്കുറിച്ച് ഞാൻ രാഷ്ട്രീയ പാർട്ടിക്കകത്തുള്ള സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് ഞാൻ കാര്യമായിട്ട് സംസാരിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടാണ്. അത് മാറണം, കാഴ്ചപ്പാട് മാറണം. നമുക്കറിയാം, അസംഘടിതരായ ഒരുപാട് സ്ത്രീ തൊഴിലാളികൾ നമുക്ക് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒക്കെ ഉണ്ട്. എനിക്ക് വലിയൊരു തെളിവ് എന്താ വെച്ചാൽ, ലോകം ഞങ്ങളെ കണ്ടതുകൊണ്ടാണ്. ലോകം ഞങ്ങളെ കാണുക എന്ന്, ലോകം ഞങ്ങളെ കാണിച്ച് ഞങ്ങളെ പ്രവർത്തനത്തിനെയാണ് കാണുന്നത്. അതായത് ഈ സ്ത്രീ തൊഴിലാളികൾ മനുഷ്യരായി പോലുമുള്ള പരിഗണന ഇല്ല. ഒന്ന് മൂത്രമൊഴിക്കാനോ, ഒന്ന് ഇരിക്കാനോ, ഒന്ന് കിടന്നുറങ്ങാനോ ഒന്നുള്ള യാതൊരു മനുഷ്യനായുള്ള പരിഗണന പോലും സ്ത്രീകൾക്കില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിക്കകത്തുള്ള സ്ത്രീകൾ തന്നെ അവകാശബോധത്തോടു കൂടി ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങളും ഇന്നിപ്പോൾ ഈ പെൺവോട്ട് എന്നൊക്കെ പറയുന്നത് തന്നെ ഈ ഇലക്ഷൻ വന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മളിന്ന് എവിടെയാ? നമ്മുടെ വീട്ടിനകത്ത് അടുക്കളയിലുണ്ടാവും. അടുക്കളയിൽ ജനാധിപത്യം വേണം, അടുക്കളയിൽ ജനാധിപത്യം വേണം. നമ്മളും മനുഷ്യരാണ്, നമ്മളും അവകാശമുള്ള ആൾക്കാരാണ്. നമുക്കറിയാം, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പാർട്ടി സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ രാവും പകലും പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ സ്ത്രീകളും രാവും പകലും പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരെവിടെ? നമ്മൾക്കറിയാം, കർഷക തൊഴിലാളികൾ കൂടെ ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ്. എവിടെ? പാർട്ടിയെ മാത്രം ന്യായീകരിച്ചിട്ട് കാര്യമില്ല. അസംഘടിതരായ തൊഴിലാളി സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള അവകാശം പോലില്ല, മനുഷ്യരായുള്ള പരിഗണന ഇല്ല, തൊഴിലാളിയായിട്ടുള്ള അംഗീകാരമില്ല. ഇങ്ങനെ മാറി മാറി വരുന്നാൽ ഇനിയിപ്പോൾ നാളെ BJP വന്നാലും ഇതിൻ്റെ അപ്പുറത്തേക്ക് അവസ്ഥ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ വോട്ട് ഞാൻ ഈ മനുഷ്യത്വ രാഷ്ട്രീയത്തിലായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമതി കെ അജിത, അതായത് സ്ത്രീകൾ വരട്ടെ എന്ന് പറയുന്നു ശ്രീമതി വിജി. പക്ഷേ എനിക്ക് എല്ലാ ചർച്ചകളും നമ്മൾ ഒരു വിമർശനത്തോടു കൂടിയാണ് മാധ്യമങ്ങൾ നടത്തുക. എങ്കിലും ഈ ചർച്ചയിൽ ഒരല്പം പോസിറ്റീവായിട്ട് ചോദിക്കട്ടെ. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ഒരുപാട് മുന്നോട്ട് വരുന്നതിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു കളം വരച്ചിട്ട് നിങ്ങൾ അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അത് നിങ്ങളൊക്കെ നയിച്ച സമരങ്ങളുടെ, നിങ്ങളൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണെന്ന് പറയാതെ വയ്യ. പക്ഷേ അതൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ എടുക്കുമ്പോൾ രാഷ്ട്രീയം അതെല്ലാം വിറ്റ് ഓട്ടാക്കല്ലേ? അതല്ല, അതിലെന്താ സംഭവം എന്നറിയോ? ഇത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ജനങ്ങൾക്ക് അധികാരം തരുന്ന ഒരു പ്രക്രിയയാണെന്ന് പോലും. പക്ഷെ ജനാധിപത്യത്തിന് അത് വേണം, ഈ തെരഞ്ഞെടുപ്പ് വേണം. ഈ തെരഞ്ഞെടുപ്പ് പക്ഷെ അത്യന്താപേക്ഷിതമാണെന്താനും. തെരഞ്ഞെടുപ്പില്ലാതെ ഇവിടെ സ്വേച്ഛാധിപത്യ ഭരണമാണോ നമുക്ക് വേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് തെരഞ്ഞെടുപ്പ് വേണം. പക്ഷേ ഈ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ട്രക്ചേഴ്സൊക്കെ തന്നെ എല്ലാം പുരുഷാധിപത്യപരമാണ്. പക്ഷെ ചിലരെങ്കിലും ചില രാഷ്ട്രീയ പാർട്ടികളെങ്കിലും ഇതങ്ങനെ പോരാ, സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം വേണമെന്നൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ, സ്ഥാനം കൊടുക്കുന്നില്ല. പക്ഷേ ഈ ചർച്ച പോലും ചെയ്യാത്ത, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയണേ. ഇപ്പം 33% സംവരണം എന്നുള്ള ആ ബില്ല്, സ്ത്രീകൾക്ക് സംവരണം വേണമെന്നുള്ള ആ ബില്ല് ഒരു 10-20 കൊല്ലമായി ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ട്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ തവണയും ചാവിള്ളയായിട്ടാണ് അവതരിക്കുക എന്ന് ഞാൻ പറയും. അവസാനത്തെ ദിവസം അവതരിപ്പിക്കും, പിന്നെ അതങ്ങ് തള്ളിപ്പോവും. പക്ഷേ ഈ ബില്ല്
കഴിഞ്ഞ UPA ഗവൺമെന്റ്, അവിടെ നാഷണൽ ലെവലിൽ UPA അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ഈ ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കിയെടുത്തു. ലോക്സഭയിലാണെങ്കിൽ അത് പാസ്സാക്കിയെടുക്കാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നു. കോൺഗ്രസ് അത് ചെയ്തില്ല. അത് രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഇല്ലായ്മയാണെന്ന് ഞാൻ പറയും. അത് ഒരു വശത്ത് നിൽക്കെ ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നേരെ ഒരു പ്രാവശ്യം പോലും ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടില്ല. അതൊന്ന് ആലോചിച്ച് നോക്കൂ. സ്ത്രീകൾ ഇപ്പം ശബരിമല ഇഷ്യൂലൊക്കെ തന്നെ അവരുടെ സ്ത്രീകളെ കൊണ്ട് തന്നെ അവർ സുപ്രീം കോടതിയിൽ പെറ്റീഷൻ കൊടുപ്പിക്കുന്നു, എന്നിട്ട് അതിന് വിധി വാങ്ങുന്നു. അതായത് RSS കണക്ഷനുള്ള സ്ത്രീകൾ തന്നെയാണ്. അതെ, എത്രയോ പ്രൂവ് ചെയ്താണ്. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണ്ട എന്ന് പറയുന്ന ഒരാളല്ല. സ്ത്രീകൾ കൃത്യമായി പ്രാതിനിധ്യം വേണം എന്ന് ആവശ്യപ്പെടുന്ന, അല്ല അതിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ കാണുന്നത് ഇന്ന് ഇപ്പം ഈ പറയുന്ന പെട്ടെന്നാണ് ഇലക്ഷൻ വന്നിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം 50%, 52% പഞ്ചായത്തുകൾ സ്ത്രീകൾ തന്നെയാണ് മെമ്പർമാരായിട്ടുള്ളത്, അല്ലേ? ഈ കേരളത്തിൽ ഇപ്പം നമുക്ക് സംവരണം കിട്ടിയിട്ടുണ്ട്. 52% സ്ത്രീ മെമ്പേഴ്സ് എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട്. ഈ പഞ്ചായത്തുകളുടെ സ്ത്രീ മെമ്പേഴ്സ് ഈ രീതിയിൽ ലോക്കൽ ലെവൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇന്ന് പറയുന്ന എത്ര ഇഷ്യൂസിന്റെ അകത്ത് അവർക്ക് ഇടപെടാൻ കഴിയുമായിരുന്നു. ജാഗ്രതാ സമിതിയുണ്ട്, ഇടപെടാൻ. പക്ഷെ അത് ശക്തമാവുന്നില്ല എന്ന് കാണിക്കുന്നത്. അതായത് അതാണ് കാതലായ വിഷയം. അതായത് സ്ത്രീകൾ അധികാരത്തിലെത്തിയാലും സ്ത്രീപക്ഷ നിലപാട് ഉണ്ടാകണമെന്നില്ല, നിർബന്ധമില്ല. പക്ഷെ ഞാൻ പറയുന്നത് നേരത്തെ സുരേഷ് പറഞ്ഞ ഒരു കാര്യം പറയട്ടെ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുരേഷ് പറഞ്ഞു എതിരഭിപ്രായമുണ്ട്. കൃത്യമായിട്ടും എനിക്കറിയാൻ അഭിപ്രായമുണ്ട്. കാരണം സ്ത്രീകൾ കയറണം എന്ന് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ വരാത്തത് എന്നുള്ള കാതലായ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഇടപെടലുകളാണ് നമ്മൾ നടത്തേണ്ടത്. ഞാനിപ്പം പറയുന്നു, എന്റെ വീട്ടിൽ എന്റെ മകളുണ്ട്. എനിക്ക് ഈ ഇവിടെ കേരളത്തിനെ സംബന്ധിച്ച് കേരളം 3ാമത്തെ സ്റ്റേജിലാണ്. നമ്മൾ കാണേണ്ടത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ആവറേജിൽ ഓൾ ഇന്ത്യ വെക്കുന്നത് 1ാം സ്പേസിലാണെങ്കിൽ കേരളം നിൽക്കുന്ന 3ാമത്തെ സ്റ്റേജിലാണ്. ഡെവലപ്ഡ് കൺട്രീസിന്റെ അതേപോലെ 98% വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും എൻറോൾമെന്റ് കോളേജുകൾ സ്കൂളുകൾ പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിഷയത്തില് കേരളം ഇപ്പൊ എത്ര സ്ഥാനത്ത് നിൽക്കുന്നു കൂടി പറയണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്ത്രീ പീഡനത്തിനകത്ത് ഞാൻ ചോദിക്കട്ടെ. കൊല്ലം ജില്ലയ്ക്കകത്ത് ക്രൈം എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. എന്താണ് ക്രൈം? ക്രൈം എന്ന് പറയുന്നതിന് ഡെഫിനിഷൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി മാറുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ 40-45 വയസ്സായ ആൾക്കാർ, നിങ്ങളന്ന് നിങ്ങളുടെ ഏജ് 5 വയസ്സിലേക്ക് ഇടുക. ഈ 5ാമത്തെ വയസ്സിൽ ഒരു പീഡനവും ഏൽക്കാത്ത എത്ര പേര് ഇവിടെ ഇരിക്കുന്നുണ്ടാവും? പീഡനം അല്ല, നിങ്ങൾ ചിലപ്പോൾ പറയും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം പീഡനം എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ കണക്കുകൾ പ്രകാരം ഏത് തരത്തിലാണെങ്കിലും മുമ്പ് ഞാൻ ചോദിക്കട്ടെ, എനിക്കറിയാം, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്ന വെച്ചാൽ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ കിട്ടുന്ന രീതിയിലേക്ക് 10-20 വർഷങ്ങൾക്ക് മുമ്പ് എത്ര സ്ത്രീകൾക്ക് ഈ രീതിയിൽ സംസാരിക്കാൻ കഴിയുമായിരുന്നു? നിങ്ങളുണ്ടാവും. ഒരാളാണോ ലോകത്തുള്ളത്? എത്രയോ സ്ത്രീകൾക്ക് അവകാശം ഈ വന്നിട്ടുണ്ട്. നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങൾ നിൽക്കൂ, നിങ്ങളുണ്ടാവാം. പക്ഷെ കണക്കുകൾ പ്രകാരം നിങ്ങൾ കാണേണ്ടതെന്ന് വെച്ചാൽ സ്ത്രീകൾ മുന്നത്തേനേക്കാൾ ഒരുപാട് തരത്തിലേക്ക് വിദ്യാഭ്യാസപരമായും മറ്റു തരത്തിലേക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് എന്തുകൊണ്ടാണ് മറ്റു തരത്തിലേക്ക് ഇടപെടാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ച് ഓൾ ഇന്ത്യ ബേസിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ കൃത്യമായിട്ടും വിദേശ നാണ്യം കൊണ്ട്, അതുകൊണ്ട് അല്ലാതെ ഇവിടുത്തെ മഹത്വം കൊണ്ടൊന്നല്ല. മലയാളികൾ ഗൾഫിൽ പോയി അധ്വാനിച്ച് പണം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിന്റെ ഇൻഡെക്സ് കൂടി, സാമ്പത്തികമായി കൂടി. അതാണ് അതിന്റെ യഥാർത്ഥ സത്യം. ഹലോ, ഞാൻ പറയാൻ പോകുന്നത് എന്താ അറിയോ, ഈ സ്ത്രീ സംവരണം 33% സംവരണത്തിന്റെ ബില്ല്, ഞാൻ പറയുന്നത് ജനസംഖ്യാനുപാതികമായിട്ട് സംവരണം വേണമെന്നാണ്. സംവരണമല്ല, പങ്കാളിത്തം പാർലമെന്റിൽ. അതിപ്പോ ദലിതന് വേണം, ആദിവാസിക്ക് വേണം, ന്യൂനപക്ഷങ്ങൾക്ക് വേണം, ട്രാൻസ്ജെൻഡേഴ്സിന് വേണം, സ്ത്രീകൾക്ക് വേണം. ഇങ്ങനെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങൾക്കും അധികാരത്തിൽ പങ്കാളിത്തം വേണം. അത് ആ ബില്ല് കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവരൊക്കെ മുന്നോട്ട് വരാനുള്ള സാഹചര്യങ്ങൾ വരാനാണ്. കഴിഞ്ഞു. പിന്നെ ശ്രീമതി ഐസ്ക്രീം പാർലർ കേസ് എന്തുകൊണ്ട് ഇന്നും അജിതയ്ക്ക് കൊടുക്കുന്ന ഈ സംഘടനയിൽ കൂടുതൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ സാധിക്കാതെ പോയി എന്നാണ് എന്റെ ചോദ്യം. ഈ അന്വേഷി എന്ന സംഘടന അത്തരത്തിലൊരു രാഷ്ട്രീയ സംഘടനയല്ല. സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന അന്വേഷി മാത്രമല്ല ഉള്ളത് കേരളത്തില്. ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ,
കേരളത്തിൽ അന്വേഷി മാത്രമല്ല ഒരുപാട് സ്ത്രീ സംഘടനകൾ ഇതുപോലെ എല്ലാ മേഖലയിലും വേറെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പാർട്ടിയായാലും ഞങ്ങളെ സംഘടനയായാലും രാഷ്ട്രീയ പാർട്ടിക്കകത്ത് സ്ത്രീകൾ മുന്നോട്ട് വരണം എന്ന് നിങ്ങൾ രാഷ്ട്രീയക്കാർ സ്ത്രീകൾ തീരുമാനിച്ചാൽ നടക്കും ഈ തോന്നില്ല. ഇവിടെ മതില് കെട്ടിയങ്ങൾ കണ്ടിട്ടല്ലോ, നാമജപം ജപിച്ചേ കണ്ടിട്ടല്ലോ. എവിടെ സ്ത്രീകൾ എന്താ വരാത്ത? സ്ത്രീകൾ വരുന്നുണ്ടല്ലോ. പൈസ കൊടുത്ത് മതില് കെട്ടാൻ സ്ത്രീകളെ ഇറക്കി. അങ്ങനെയാണ് അവനവൻ ചെയ്തതാണ് പറയാ. പൈസ കൊടുത്ത് മതില് കെട്ടാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നാമജപത്തിന് പൈസ കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ നാമജപത്തിന് പൈസ കൊടുത്തു ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് പൈസ കെട്ടാൻ. നിങ്ങൾ പൈസ കിട്ടിയിരുന്നോ? മതില് കെട്ടാൻ പൈസ കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നിങ്ങൾ പൈസ കൊടുത്തിട്ടാണ് മതിൽ ഈ നാമജപത്തിന് കൊണ്ടുപോയെന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടിക്കകത്ത് സ്ത്രീകൾ വാ, മതില് കെട്ടാൻ വന്ന പോലെ നാമജപം ജയിക്കാൻ വന്നാലേ വാ, നിങ്ങൾ വാ, അതാ പറയാനുള്ളത്. ഞാൻ ഇവിടെ ഒരു കാര്യം ഇവിടെ പറയാം. അതായത് അന്വേഷണയിലേക്ക് ആളുകൾ വന്നില്ല എന്ന് പറയരുത്. കാരണം ഞാൻ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ വർക്ക് ചെയ്തതാണ്. അന്വേഷണയിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നത്. അന്വേഷണ മാത്രമല്ല എല്ലാ സ്ത്രീ സംഘടനയിലേക്കും ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട്, ഞങ്ങളടുത്ത് വരുന്നുണ്ട്. ചെറുപ്പക്കാർക്ക് വേറെ സംഘടനയുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് നിങ്ങൾ വാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടി പറയാനേ മറുപടി പറയാം. പറഞ്ഞാൽ പറയാൻ പറ്റൊന്നുമില്ല. എല്ലാവർക്കും പുറത്തിറങ്ങാൻ ആരോഗ്യമൊക്കെ വേണം. ആ വിഷയത്തിലൊന്ന് സംസാരിക്കൂ പ്ലീസ്. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ഇത് എന്റെ മാത്രം കാര്യമല്ല പീഡനമുണ്ടായ ഇറങ്ങല്. രാഷ്ട്രീയ പാർട്ടികളിലെ സ്ത്രീകൾ എന്റെ ഭാഗത്ത് കൗൺസിലർ മത്സരം 3 സ്ത്രീകളായിരുന്നു. അവർ ഒത്തൊരുമിച്ച് മത്സരം നടത്തി. ചേച്ചി അതിന് പകരം ഞാൻ ഇവിടെ ചോദിക്കുന്നത് സ്ത്രീ സുരക്ഷയാണ്. നേരത്തെ ഇല്ല ഞാൻ ചോദിക്കുന്നത് നേരത്തെ അവിടെ നിന്നപ്പോൾ വീട്ടിലേക്ക് ആൺകുട്ടികൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്ന് ചങ്കിടിച്ചിട്ടാണ് എന്ന് പറഞ്ഞില്ലേ? അതുപോലെ എന്തുകൊണ്ടാണ് സ്ത്രീ സുരക്ഷ പറയാത്ത? അത് പറയൂ. ഞാൻ എന്റെ ഭാഗത്ത് ഞാൻ ഒരു രാഷ്ട്രീയം രാഷ്ട്രീയം വേണം. കേക്കൂ, രാഷ്ട്രീയത്തിൽ ഉണ്ട് ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. എനിക്കെന്റെ രാഷ്ട്രീയം ഉണ്ട്. പക്ഷെ സാമ്പത്തികം ഇല്ലാത്തടത്ത് മുഴുവൻ ഞാൻ അവരെ ചെന്ന് കണ്ടിട്ട് ഞാൻ അവരുടെ എല്ലാ വേദനകളും ഉണ്ടാവും. പക്ഷെ രാഷ്ട്രീയത്തിൽ ജയിച്ചു വന്നുള്ള സ്ത്രീകള് നമ്മളെ കാണുമ്പോ അത് മുഖം കറുപ്പിക്കരുത്. ഒരു സ്ത്രീ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേ ഞാൻ കാണാൻ ചെന്നപ്പോ ഞാൻ പറയില്ല പേര്, നിങ്ങൾക്ക് ഒക്കെ അറിയുന്ന ആളാണ്. അവിടെ ചെന്നപ്പോ അവര് ഞാൻ ചോദിച്ചു എന്താ എന്നെ കണ്ടപ്പോ അവരിങ്ങനെ പറഞ്ഞു. അപ്പൊ പറയാനല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളുടെ പ്രാതിനിധ്യം വേണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളെ പാർട്ടികളിലെ ആൾക്കാരുടെ അവരോട് താല്പര്യമില്ല. അതെ, അപ്പൊ ഇങ്ങനെ 2 വിധമായിട്ട് എങ്ങനെ മുന്നോട്ട് പോവുക? നമ്മുടെ നാട്ടിൽ സ്ത്രീധന നിരോധന നിയമം ആദ്യം വന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. എന്തുകൊണ്ട് അത് നടപ്പിലാകുന്നില്ല? അത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കുന്നവർ തീരുമാനിച്ചിരുന്നു ഇത് നിരോധിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്തായി? കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഒരുപോലെ കുറ്റവാളികളായി. അതുപോലെ മുത്തലാഖ് നിയമം ക്രിമിനലൈസ് ചെയ്തോടുകൂടി അത് നടപ്പിലാവില്ല അവർ ഉറപ്പുവരുത്തി. അതാണ് ഉണ്ടായത്. സംഭവിക്കുന്നത് കേസിലുണ്ടായ ഒരു സ്ത്രീവിരുദ്ധ ബില്ലുണ്ട്. ആ ബില്ലിന്റെ വെളിച്ചത്തിൽ 3 മാസത്തെ യുദ്ധകാലത്തുള്ളത് കോംപ്രമൈസ് ആക്കിയിട്ട് മൊഴി ചെല്ലുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ആർക്കാ പ്രയോജനമുള്ളത്? സ്ത്രീകൾക്കാണോ? ഇവരെല്ലാം പറയുന്നതല്ല മുത്തലാഖ് എന്ന് പറഞ്ഞിട്ട് ദേശീയ തലത്തിൽ BJP റൈറ്റ് ഇല്ല എന്നാണ് ഇപ്പോ. സ്ത്രീകൾക്ക് ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ല. 1939 അതും കൂടി ഇല്ലാണ്ടാക്കുന്ന സ്ഥിതിയിലാണ് ഈ ബില്ലോട് കൂടി അതില്ലാണ്ടായി. ഇങ്ങനെ പലതും സ്ത്രീകൾക്ക് ഡൈവോഴ്സ് ചോദിക്കായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. കേരളത്തിൽ പിന്നെ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്താണ് പിന്നെ ഈ ജെൻഡർ പാർക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷിതമാണെന്ന് പറഞ്ഞ ഒരു ജെൻഡർ പാർക്കിന് വേണ്ടി ഒരു പിന്നെ നയം രൂപ കൊടുക്കുകയും അതിന് ഫണ്ട് നീക്കി വെക്കുകയും ചെയ്തു. അടുത്ത ഗവൺമെന്റ് വന്നപ്പോൾ അവിടെ കൊണ്ടുപോയി ഒരു കല്ലിട്ട് പിന്നെ ഒരു കാര്യം കുറെ പൈസ ജെൻഡർ ഫെസ്റ്റ് നടത്തി.
ജെൻഡർ ഫെസ്റ്റ് നടത്തി അങ്ങനെയൊക്കെ കുറെ 3 കോടി കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി ഒരുപാട് കാലങ്ങളായി 2-3 ബിൽഡിംഗ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതുവരെയും അത് ആരും ഒന്നും ചെയ്തിട്ടില്ല. ഈ വരുന്ന ഗവൺമെന്റുകളെങ്കിലും ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെങ്കിലും ഈ വിഷയത്തിൽ ഒന്ന് നോക്കാൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണത്. ഞാൻ ചർച്ച ഏതായാലും അതിഥിയിലേക്ക് വരുന്നതിന് മുന്നേ പുതിയ തലമുറയെ കൂടെ രാത്രി കോഴിക്കോട്ട് ചർച്ച നടക്കുന്ന കോഴിക്കോടാണ്. പക്ഷെ ഇറങ്ങി നടക്കാൻ പഴയ പോലെ പേടിക്കേണ്ട സ്ഥിതി ഇപ്പോഴില്ല. മാറിയില്ലേ പുതിയ തലമുറയുടെ ജീവിതം കുറെയെങ്കിലും? മുൻനിരയിലിരിക്കുന്ന 2 നിരയിലിരിക്കുന്നവർ സംസാരിച്ച കാര്യങ്ങളോട് വ്യക്തിപരമായി ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് പലവർക്കും വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല. കാരണം 8 മണിക്ക് ശേഷം കോഴിക്കോട് നഗരത്തിൽ നടക്കുമ്പോൾ പല ആണുങ്ങളുടെയും 90% ആണുങ്ങളുടെയും നോട്ടം ഇത് ഞങ്ങളുടെ ഇടമാണ്. എന്തിനാണ് 8 മണിക്ക് ശേഷം നീ ഇവിടെ? ഒരു അനുഭവം കൂടെ പറയാം. കഴിഞ്ഞ തവണ ഇവിടെ BJP തല്ലുണ്ടാക്കിയ സമയത്ത് എന്താടി നീ ഇവിടെ ഇറങ്ങി പോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കടയിൽ നിന്ന് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈക്വാലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സ്പേസ്, ഈക്വൽ സ്പേസ് എന്ന് പറയുന്നത് പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളത്. അതായത് ഒട്ടും പോസിറ്റീവായിട്ട് ഒന്നും ഉത്തരം കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോവില്ല. അതായത് ഇവരുടെ കാലത്ത് നിന്ന് മാറി അങ്ങനെ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ചർച്ച മാറിയിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ഇത് എഡ്യൂക്കേഷന്റെയും കുറെയൊക്കെ സാമൂഹികപരമായിട്ടുള്ള ഇടപെടലിലൂടെയും നിങ്ങളായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കുറെ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കൃത്യമായ മാറ്റങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. സമയപരിമിതി കൊണ്ടാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള വിഷയങ്ങൾ നിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചർച്ച. പക്ഷെ അതിന്റെ നമ്മളിപ്പോ സംസാരിച്ചത് വളരെ നിങ്ങളൊരു എന്താ ആദരണീയരായ അതിനകത്ത് വിഷയങ്ങളുമുണ്ട്. എങ്കിലും എനിക്കൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോൾ പ്രകടന പത്രിക വരുന്നു. എല്ലാ പാർട്ടികളുമുണ്ട്. പാർട്ടി ഭേദം ഇല്ലാതെ തന്നെ 4 പേരുടെ അഭിപ്രായത്തിൽ ചോദിക്കട്ടെ, എന്തായിരുന്നു സ്ത്രീകൾക്ക് ആദ്യം വാഗ്ദാനം ചെയ്യേണ്ടിരുന്നത്, നടപ്പിലാക്കേണ്ടിരുന്നത് അഭിപ്രായത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? എന്താഗ്രഹം? ഈ സ്ത്രീ പങ്കാളിത്തം പാർലമെന്റിലും നിയമസഭയിലും അവരുടെ അധികാരത്തിലുള്ള പങ്കാളിത്തം അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണം, ഭരണഘടന നിലനിൽക്കണം. അതോടൊപ്പം തന്നെ ഈ ബില്ല് കൊണ്ടുവരണം. സ്ത്രീ സംവരണ ബില്ല് വളരെ 33% അല്ല 50% വേണം. ഓക്കെ, MJ മല്ലിക. ഞാൻ നേരത്തെ തന്നെ എന്റെ അഭിപ്രായം പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഓരോ നിലപാടുകളിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറയണം, ഇപ്പൊ സംവരണ ബില്ലാണെങ്കിൽ സംവരണ ബില്ല് കൊണ്ടുവരികയും അതിന്റെ അകത്ത് അതിന്റെ കൂടെ നിന്ന് വോട്ട് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്കുള്ള ആൾക്കാർ ഉണ്ടാവണമെന്നില്ല. പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ മാറ്റം പൂർണ്ണമായി ഉണ്ടാവുമെന്ന് എനിക്ക് മാറ്റം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു മാറ്റം ഉണ്ടാവുന്നുണ്ട്. നിരന്തരമായ ചർച്ചകളുടെ ഭാഗമായി ഇന്നിപ്പോ ഈ ചർച്ച നടക്കുന്നത് ഈ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഒറ്റയടിക്ക് ഉണ്ടാവുന്നതല്ല. നിരന്തരമായ ചർച്ചകൾ ഉണ്ടാവുകയും അതിനനുസരിച്ച് മാറ്റമുണ്ട്. കാരണം നമ്മുടെ നിലവിലുള്ള സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്ന പാട്രിയാർക്കിയൽ സൊസൈറ്റിയാണ്, പുരുഷാധിപത്യ സൊസൈറ്റിയാണ്. അതിൽ സ്ത്രീ എന്ന പുരുഷനോ വ്യത്യാസമില്ലാതെ അവരൊക്കെ പേർന്ന ഐഡിയോളജി അതാണ്. ആ ഐഡിയോളജിക്കെതിരെയുള്ള ഫൈറ്റാണ് നമ്മൾ നടത്തേണ്ടത്, വ്യക്തിപരമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ചിലപ്പോൾ ഓരോ വ്യക്തികൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വ്യത്യസ്തമായി പെരുമാറിയേക്കാം. അതിനപ്പുറത്തേക്ക് ആശയപരമായി നിങ്ങളുടെ ആശയത്തോടാണ് നമുക്ക് വിയോജിപ്പുണ്ടാകേണ്ട. ആ ആശയത്തോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയണം എന്നുള്ളതാണ്. അതായത് ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള ഒരു പ്രശ്നം ആ ബില്ല് വന്നതോടുകൂടി കേരളത്തിലെ സ്ത്രീകൾ വളരെയധികം ആ നിയമം ഉപയോഗിച്ചു. PWDV ആക്ട്, അതിപ്പോ പോക്സോ ആക്ട്, ഇതൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് ഇങ്ങനെ ഒരു വകുപ്പേ ഉണ്ടായിരുന്നില്ല. 377 ഭാഗമായിരുന്നു ചൈൽഡ് സെക്ഷൽ അബ്യൂസ്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് ഉള്ള വകുപ്പേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊക്കെ മാറിക്കഴിഞ്ഞു. അതുപോലെ സ്ത്രീ സംവരണ ബില്ല് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ത്രീകൾ മുന്നോട്ട് വരും. അപ്പൊ അവർക്കും ജെൻഡർ അവയർനെസ് കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ സർക്കാരിന്റെയും കടമയാണ്. മാറ്റങ്ങൾ വന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത്? ഞാൻ അഭിപ്രായമാണ് ചോദിച്ചത്. ചെറിയ വാക്കിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? പിന്നെ ഈ സ്ത്രീ പീഡനങ്ങളും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്താനുള്ള സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുപോലെ തന്നെ വീടുകളിൽ തന്നെ ഇതിന്റെയൊക്കെ കുട്ടികളിൽ തന്നെ ബോധവൽക്കരണം നടത്തേണ്ട, സ്ത്രീയാണ് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്നുള്ള വേർതിരിവില്ലാതെ അവരെ വളർത്തിയെടുക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ടതുണ്ട് എന്നാണ് അപർണ ചോദിച്ച പോലെ ഇരിക്കൽ സമരത്തിന്റെ ഭാഗമായിട്ട്
നമ്മൾ 2014 ഇരിക്കൽ സമരം നടത്തുമ്പോൾ ഇരിക്കാനുള്ള നിയമം ഉണ്ടോന്നാ ചോദിച്ചത്. ആ 2014 ലേബർ ഓഫീസർമാർ ചോദിച്ചാൽ ഇരിക്കാനുള്ള നിയമം ഉണ്ടോ? ആ നിയമം ഭേദഗതി ചെയ്ത് LDF സർക്കാരാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം അസംഘടിതരായ തൊഴിലാളി സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന LDF ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇടതുപക്ഷം കേരളത്തിൽ വരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, റൈറ്റ്. തീർച്ചയായും പെൺവോട്ട് ഇവിടെ ഇത്രയും പുരുഷന്മാരുണ്ട്, അവരുടെ അഭിപ്രായം ചോദിക്കാതെ സ്ത്രീകൾ മാത്രം പറയട്ടെ എന്ന് പറഞ്ഞത് ആരെയും കുറഞ്ഞു കാണുന്നത് കൊണ്ടല്ല, പക്ഷേ പെൺവോട്ടുകൾക്ക് കൂടുതൽ മാർക്ക് കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയായിരുന്നു ചർച്ച. പൂർണ്ണമാകുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.